ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് ഭദ്രമായിട്ട് ഞാൻ എന്റെ കൈ സൂക്ഷിക്കും. നെല്ലിശ്ശേരിയിൽ ഇനി താൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ചൊൽപ്പടിക്കാം. ആനെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ തല്ലി പഠിപ്പിക്കും. ഇതൊക്കെ ഒരു തുടക്കം മാത്രം. അവരെ ഏത് പോലീസ് കൊണ്ടുപോയാലും ഞങ്ങൾ അവനെ പൊക്കിയിരിക്കും, വെട്ടി തുണ്ടം തുണ്ടാക്കും. ഞങ്ങൾ ഇനിയും വരും, കേട്ടോടാ. അയ്യോ അയ്യോ, നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊന്നും അറിയില്ല മോളെ. മോളെ പിടിക്ക്, നമുക്ക് ഏതെങ്കിലും ആശുപത്രി കൊണ്ടു. വേണ്ട, എനിക്ക് എങ്ങോട്ടും പോണ്ട. എന്നെ ഒന്നങ്ങോട്ട് പിടിച്ചിരുത്തിയാ മതി. പിടിക്കുമ്പോള് അയ്യോ, പതുക്കെ പതുക്കെ. ഇങ്ങോട്ടിരിക്കച്ച, ഇങ്ങോട്ടിരിക്കും. ഞാനത് അച്ഛനെ വിളിച്ച് പറയട്ടെ. വേണ്ട, ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾക്കത് താങ്ങാൻ പറ്റില്ല. ഗർഭിണിയായ ഒരു പെണ്ണാ അവള്, അത് ഓർമ്മ വേണം. തൽക്കാലം ആരെയും ഒന്നും അറിയിക്കണ്ട. അവരിനിയും വരൂ അച്ഛാ. എന്താ ഇത്? അതെ, ഇപ്പൊ വിസിറ്റിംഗ് ടൈം അല്ലല്ലോ. വിസിറ്റിംഗ് ടൈം അല്ല, പക്ഷേ ഞാൻ എന്റെ ഹസ്ബൻഡിന് ബ്ലഡ് കൊടുക്കാൻ വന്നതാ. ബ്ലഡ് കൊടുത്തില്ലേ? ഇനി എന്താ? സിസ്റ്ററെ, ഈ കിടക്കുന്നത് എന്റെ എല്ലാമായ ഹസ്ബൻഡാ. ഞാനല്ലാതെ അദ്ദേഹത്തിന് നോക്കാൻ വേറെ ആരുമില്ല. കുറച്ചു സമയം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നോട്ടെ. ഇപ്പൊ വിസിറ്റേഴ്സിന് അനുവദിക്കാൻ പറ്റില്ല. ഡോക്ടർ കണ്ട എന്റെ ജോലി പോവും. പ്ലീസ് സിസ്റ്റർ, 2 മിനിറ്റ് ഇവിടെ ഞാൻ ഒന്നിരുന്നോട്ടെ പ്ലീസ്. ശരി, അധികം സമയം എടുക്കരുത്. വൈഫായോണ്ടാ ഞാൻ സമ്മതിക്കുന്നത്. താങ്ക് യു സിസ്റ്റർ. ഒരു കാര്യം പറയാൻ മറന്നോ? ഇത് പേഷ്യന്റ് പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ചുമ്മാതല്ല നിങ്ങൾ ഡൈവോഴ്സ് ആവശ്യപ്പെട്ടത്. അവളെ കല്യാണം കഴിക്കാനുള്ള പുറപ്പാടായിരുന്നല്ലേ? വേറൊരുത്തിയുടെ കഴുത്തി കെട്ടാനുള്ള താലിച്ചരടും പോക്കറ്റ് ഇട്ടോണ്ടാണ് നിങ്ങൾ എന്റെ കയ്യിൽ ഡൈവോഴ്സ് പെറ്റീഷൻ തന്നത് അല്ലേ? അവസാനത്തെ പോക്ക് പോയതും രണ്ടും കൽപ്പിച്ചായിരുന്നു. എന്നിട്ട് എന്തു പറ്റി? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പണ്ടേതോ കവി പാടിയിട്ടുണ്ട്. വെട്ടിക്കൂട്ടിയ ഇറച്ചിക്കട പോലെയല്ലേ കിടക്കുന്നത്. അല്പം ജീവൻ ബാക്കി വെക്കണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക്. എന്തായാലും താൻ ചാവില്ലാന്ന് എനിക്ക് ഉറപ്പായി. ഈ ചെയ്തതിനൊക്കെയുള്ള മറുപടി താൻ പാതി ജീവനോടെ എഴുന്നേറ്റ് വരുമ്പോ ഞാൻ തിരിച്ചു തരും. അങ്ങനെ തിരിച്ചു തരാൻ എനിക്കെന്തേലും യോഗ്യതയുണ്ടോന്ന് തനിക്ക് ചിലപ്പോ തോന്നും. പക്ഷേ ഇതാണ് എന്റെ ശരി, എന്റെ ഭിക്ഷയാടോ തന്റെ ഇനിയുള്ള ജീവിതം.
എന്റെ ചോരയാ ഇപ്പൊ തന്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. താനിനി ഒരവളുടെയും കൂടെ പോയില്ല. ഒരുത്തിയും തന്നെ അന്വേഷിച്ചു വരുവേയില്ല. ഇത് ഭദ്രമായിട്ട് ഞാൻ എന്റെ കൈ സൂക്ഷിക്കും. നെല്ലിശ്ശേരിയിൽ ഇനി താൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ചൊൽപ്പടിക്കാം. ആനെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഞാൻ തല്ലി പഠിപ്പിക്കും. അതിനിടയ്ക്കെങ്ങാനും താൻ ചത്തുപോയാ ഇതും കൂടി തന്റെ പട്ടടയിലിട്ട് കത്തിക്കും ഞാൻ. ഓ, എല്ലാത്തിനും ഒരു തെളിവ് വേണമല്ലോ. അപ്പോ ഓക്കെ, ടേക്ക് റെസ്റ്റ്. ഇതെന്താന്നറിയോ? മഞ്ഞച്ചരടിൽ കോർത്ത ഈ താലി നന്ദേട്ടന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. ഇപ്പൊ നീ ആലോചിക്കുന്നത് ഇതുവരെ ഞാൻ കാണിച്ച ദുഃഖമെല്ലാം വെറും അഭിനയായിരുന്നോ എന്നല്ലേ? അതെ, അഭിനയായിരുന്നു. യഥാർത്ഥത്തിൽ അയാൾക്ക് ആക്സിഡന്റ് പറ്റിയതിൽ എനിക്ക് ഒരു ദുഃഖം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് ദുഃഖമുണ്ട്. അതെന്താന്നറിയോ? അയാള് രക്ഷപ്പെട്ടതിലല്ല, അയാള് ജീവിച്ചിരിക്കുന്നതില്ല. ഇതിനേക്കാ ഭേദം അയാൾ മരിക്കുന്നതായിരുന്നു. ഒരു മനുഷ്യൻ മരണത്തിന്റെ വക്കി കിടക്കുമ്പോ ഇങ്ങനൊന്നും പറയല്ലേ. പിന്നെ എങ്ങനെ പറയണം? അയാളും സന്ധ്യയും കൂടെ എന്തിനാണ് പോയതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രഹസ്യ വിവാഹം കഴിക്കാൻ പോയതായാലും. എന്തായാലും ഇത് നഴ്സ് എന്റെ തന്നെ തന്നത് നന്നായി.